So, namukku GST study note 6 tax invoice, credit and debit notes and other documents under GST nokam. Tax invoice, page number 293. Under the GST regime, a tax invoice means the tax invoice referred to in section 31 of the CGST Act 2017. CGST Act section 31 എന്താണോ ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞ് റെഫർ ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ GST ടാക്സ് ഇൻവോയ്സ് എന്ന്. ഫോർ എക്സാമ്പിൾ, ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് മേക്കിംഗ് ഓർ റിസീവിംഗ് സപ്ലൈസ് from unregistered person, then a tax invoice needs to be issued by such registered person. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ, അതായത് GST രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഒരു അൺരജിസ്റ്റേർഡ് വ്യക്തിയുമായിട്ട് ഇനി അയാൾ സപ്ലൈ നടത്തുകയോ അല്ലെങ്കിൽ അയാളുടെ സപ്ലൈ മേടിക്കുകയോ ചെയ്യുവാണെങ്കിൽ വെദർ ഹി പർച്ചേസസ് ഓർ സെയിൽസ്, അത് ആരുമായിട്ടാണ്? ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സണുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ത് ചെയ്യണം? ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം, ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ഓക്കെ. However, if a registered person is dealing only in exempted supplies or is availing the composition scheme, that means composition dealer, then such a registered person needs to issue a bill of supply in lieu of tax invoice. പിന്നെ എന്താ പറയുന്നത്? ഈ രജിസ്റ്റേർഡ് വ്യക്തി, അതായത് അൺരജിസ്റ്റേർഡ് പേഴ്സണുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഈ രജിസ്റ്റേർഡ് വ്യക്തി അയാൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എക്സംപ്റ്റഡ് സപ്ലൈസ് ആണ്, അല്ലെങ്കിൽ അയാൾ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ കൊടുക്കേണ്ടത് ടാക്സ് ഇൻവോയ്സ് അല്ല, പകരം എന്താണ്? ബിൽ ഓഫ് സപ്ലൈ ആണ്. ടാക്സ് ഇൻവോയ്സിന് പകരം ബിൽ ഓഫ് സപ്ലൈ ചെയ്താൽ മതി. An invoice or a bill of supply need not be issued if the value of the supply is less than 200. അതായത് അവരുടെ വാല്യൂ സപ്ലൈ എന്ന് പറയുന്നത് 200 രൂപയിൽ കുറവാണെങ്കിൽ ഈ പറയുന്ന ടാക്സ് ഇൻവോയ്സും വേണ്ട, ബിൽ ഓഫ് സപ്ലൈയും വേണ്ട. സബ്ജക്ട് ടു സ്പെസിഫൈഡ് കണ്ടീഷൻസ് ഗിവൺ ബൈ ദ CGST ആക്ട് പറയണതനുസരിച്ച്. അപ്പൊ കോമൺ ആയിട്ട് എന്താണ് ഒരു ടാക്സ് ഇൻവോയ്സ് മനസ്സിലായല്ലോ. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ സപ്ലൈ 200 രൂപയിൽ കുറയുകയാണെങ്കിൽ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എക്സംപ്റ്റഡ് സപ്ലൈസിൽ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ബിൽ ഓഫ് സപ്ലൈ ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, ടാക്സ് ഇൻവോയ്സിന് പകരം. ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് അണ്ടർ GST. GSTയിൽ ടാക്സ് ഇൻവോയ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? Under GST, a tax invoice is an essential document for the recipient to avail ITC. അറിയാലോ, നമ്മളിപ്പോൾ റെസിപ്പിയന്റിന് കിട്ടുന്ന GST പ്രകാരം റെസിപ്പിയന്റിന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്തു, അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ITC എടുക്കുക എന്നുള്ളതാണ്. അതെനിക്ക് ഔട്ട്പുട്ട് സപ്ലൈയിൽ യൂസ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ. അപ്പോൾ ആ ITC അവൈൽ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? ടാക്സ് ഇൻവോയ്സ് വേണം. A registered person cannot avail ITC unless he is in possession of a tax invoice or a debit note. ആ രജിസ്റ്റേർഡ് വ്യക്തിക്ക് അയാൾക്ക് ITC അവൈൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അയാളുടെ കയ്യിൽ ഈ പറയുന്ന ടാക്സ് ഇൻവോയ്സും ഇല്ല, അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് നോട്ടും ഇല്ല. എന്താണ് ഡെബിറ്റ് നോട്ട് എന്നൊക്കെ നമ്മളിനി പഠിക്കും കേട്ടോ. അപ്പൊ അതില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ITC അവൈൽ ചെയ്യാൻ പറ്റില്ല. GST is chargeable at the time of supply. ഏത് സമയത്താണ് GST ചാർജ് ചെയ്യുന്നത്? ടൈം ഓഫ് സപ്ലൈയുടെ സമയത്താണ്. ഇൻവോയ്സ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഓഫ് ദ ടൈം ഓഫ് സപ്ലൈ. ആ മീൻസ് ടൈം ഓഫ് സപ്ലൈ തീരുമാനിക്കുന്ന ഇൻവോയ്സ് ആണ്. നമ്മൾ റൂൾ പഠിച്ചിട്ടില്ലേ? ഒന്നുകിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്. അപ്പൊ അവിടെ ഇൻവോയ്സ് അറിഞ്ഞാൽ മാത്രമാണ് ടൈം ഓഫ് സപ്ലൈ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ടൈം ഓഫ് സപ്ലൈയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? GST ചാർജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്? ഇൻവോയ്സ് ആണ് ടൈം ഓഫ് സപ്ലൈയുടെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ. അത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. മെയിൻ ആയിട്ടും ഇൻവോയ്സ് ഇല്ലെങ്കിൽ നമുക്ക് ITC അവൈൽ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അതിന്റെ മെയിൻ കാര്യം. When should a tax invoice or a bill of supply be issued by a registered person? എപ്പോഴാണ് ഒരു രജിസ്റ്റേർഡ് വ്യക്തി ഈ പറയുന്ന ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് ഇഷ്യൂ ചെയ്യേണ്ടത്? ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂയിങ് ടാക്സ് ഇൻവോയ്സ് ഇൻ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് അയാൾ സപ്ലൈ ചെയ്തെങ്കിലുള്ള ടൈം ലിമിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്. ആ സപ്ലൈയിൽ ഗുഡ്സിന്റെ മൂവ്മെന്റ് ഉണ്ട് എങ്കിൽ, ഇഫ് യെസ്, എങ്ങനെയാണ്? ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ സപ്ലൈ ടു ദ റെസിപ്പിയന്റ്. സപ്ലൈയിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല എങ്കിലോ ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഓർ വൈൽ മേക്കിംഗ് ഗുഡ്സ് അവൈലബിൾ ടു ദ റെസിപ്പിയന്റ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആ ടൈം ഓഫ് സപ്ലൈയിൽ പഠിച്ച ആ ഒരു ചാർട്ട് പോലെ തന്നെയാണ്. എന്താണ്? ഗുഡ്സിന്റെ മൂവ്മെന്റ് ആ ഒരു സപ്ലൈയിൽ ഉണ്ടെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ആ ഗുഡ്സ് റെസിപ്പിയന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ റിമൂവ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ഒന്നെങ്കിൽ ആ ടൈമിൽ അല്ലെങ്കിൽ അതിന് മുമ്പ്. ഇനി സപ്ലൈയിൽ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇല്ല എങ്കിൽ എങ്ങനെയാണ്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത്
ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപ്. ഓക്കെ, ദെൻ സപ്ലൈ ഓഫ് സർവീസസ്. ഇപ്പൊ നമ്മൾ ഗുഡ്സിന്റെ കേസാണ് പറയണേ. ഇനി സർവീസസിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ്? ബൈ ബാങ്കിങ് ഓർ NBFC ഓർ ഇൻഷുറർ. ഓക്കെ, ബാങ്കിങ് കമ്പനിയോ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസോ അല്ലെങ്കിൽ ഇൻഷുററോ ആണെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ വിത്തിൻ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദി സപ്ലൈ ഓഫ് സർവീസ്. ഇൻവോയ്സ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? വിതിൻ 45 days. എന്നാണോ ആ സർവീസ് സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന് 45 ദിവസത്തില് നമ്മൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. സ്പെസിഫിക്കലി ഫോർ ആർക്കൊക്കെ? ബാങ്കിങ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസിന്. ഇനി ഈ 3 കമ്പനീസ് അല്ലാത്തവനാണ് സർവീസ് സപ്ലൈ ചെയ്യുന്നെങ്കിലോ വിതിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്. സർവീസ് സപ്ലൈ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിലാണ് അവർ എന്ത് ചെയ്യേണ്ടത്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. Provided further that an insurer or a banking company or a financial institution including a non-banking financial company or a telecom operator or any other class of supplier of services may be notified by the government on the recommendation of the council. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഒരു ഇൻഷുററിനോ ഒരു ബാങ്കിങ് കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിക്കോ അതിലെ ടെലികോം ഓപ്പറേറ്റർ ഒക്കെ പെടും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് കൗൺസിലിന്റെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച് പറയുന്ന അത്തരം കമ്പനികൾക്ക് making taxable supplies or services between distinct persons as specified in section 25. ഡിസ്റ്റിങ്ക്ട് പേഴ്സൺസ് എന്നുള്ള നിലയിൽ അവർ എന്ത് ചെയ്യുവാണ്? സെയിൽ അല്ലെങ്കിൽ പർച്ചേസ് നടത്തുവാണ്. അങ്ങനെയാണെങ്കിൽ may issue the invoice before or at the time such supplier records the same in his books of account. അവർക്ക് എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്? അവർക്ക് വേണമെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. എപ്പോ? സപ്ലയർ ആ ഒരു ട്രാൻസാക്ഷൻ അയാളുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഡേറ്റിൽ അല്ലെങ്കിൽ അതിനു മുമ്പ്. ഓക്കെ, or before the expiry of the quarter during which the supply was made. അല്ലെങ്കിൽ ആ സപ്ലൈ മേക്ക് ചെയ്തിട്ടുള്ള ആ ക്വാർട്ടർ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആദ്യമേ ഒരു റൂള് പറഞ്ഞു അല്ലെ, അതായത് ബാങ്കിങ്ങോ നോൺ ബാങ്കിങ്ങോ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് 45 ദിവസം ആ സർവീസ് മേടിച്ചിട്ട് 45 ദിവസത്തിനുള്ളിൽ അവർ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അല്ലാത്തവർക്കാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. പക്ഷെ വേറൊരു കാര്യോടെ പറയുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ അംഗീകരിക്കുന്ന ഈ പറയുന്ന കമ്പനീസ് ഒക്കെ ആണെങ്കിൽ, അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള കമ്പനീസ് ആണ് എങ്കിൽ അവര് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ എന്നുള്ള റിലേഷനിൽ നിന്നിട്ടാണ് ഈ പറയുന്ന കമ്പനീസ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അല്ലെ. സെയിം പാൻ പക്ഷെ പല സ്ഥലങ്ങളിലായിരിക്കും ഒരു ബിസിനസ് നടത്തുക. അപ്പൊ അങ്ങനെ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആയിട്ടാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ആ സപ്ലയർ ഉണ്ടല്ലോ, സപ്ലയർ ഈ ഒരു ട്രാൻസാക്ഷൻ അയാളുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ അതിനു മുമ്പ്. ഓക്കെ, അതല്ല എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നാണോ ഈ പറയുന്ന സപ്ലൈ നടക്കുന്നത് ആ ക്വാർട്ടർ ഉണ്ടല്ലോ, ആ ക്വാർട്ടർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ആ ക്വാർട്ടർ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, അഡ്വാൻസ് പേയ്മെന്റ്. Section 31, subsection 3D of the CGST Act 2017, a registered person shall, on receipt of advance payment with respect to any supply of goods or services or both, issue a receipt voucher or any other document containing such particulars as may be prescribed evidencing receipt of such payment. ഒരു വ്യക്തിക്ക്, ഒരു രജിസ്റ്റേർഡ് പേഴ്സണ്, വ്യക്തിക്കല്ല രജിസ്റ്റേർഡ് പേഴ്സണ് ഒരു അഡ്വാൻസ് പേയ്മെന്റ് റിസീവ് ചെയ്തു ഒരാളിൽ നിന്ന്, അഡ്വാൻസ് ആണ് റിസീവ് ചെയ്തിട്ടുള്ളതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിപ്പോ ഗുഡ്സിന്റെ പേരിലാവാം സർവീസസിന്റെ പേരിലാവാം അഡ്വാൻസ് ആ ഒരു പേയ്മെന്റ് കിട്ടിയിട്ടുള്ളത്. അയാൾ എന്ത് ചെയ്യണം? അത് റിസീവ് ചെയ്തു എന്ന് തെളിയിക്കുന്ന ഒരു റെസിപ്റ്റ് വൗച്ചർ അയാൾ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. റെസിപ്റ്റ് വൗച്ചറോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്താലും മതി. അതിനകത്ത് എന്തൊക്കെ പർട്ടിക്കുലേഴ്സ് ഉണ്ടായിരിക്കണം? എത്ര രൂപയാണ് കിട്ടിയത്, അതിന്റെ ആ ഒരു എമൗണ്ട് റിസീവ് ചെയ്തു എന്നുള്ളതിന് തെളിവ് തരുന്ന കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സിമ്പിൾ. ഇനി കണ്ടന്റ്സ് ഓഫ് ടാക്സ് ഇൻവോയ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്ന്. ആ ടാക്സ് ഇൻവോയ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ദർ ഇസ് നോ ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ആൻ ഇൻവോയ്സ്. ഒരു ഇൻവോയ്സിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഫോം ഒന്നും പറയുന്നില്ല. However, invoice rules make it mandatory for an invoice to have the following fields. ഏത് രൂപത്തിലായിരിക്കണം, ഏതാദ്യമേ വരണം, അങ്ങനെ ഒരു ഫോർമാറ്റ് ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടിയും ഇൻവോയ്സ് റൂൾ ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഒരു ഇൻവോയ്സിൽ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. ഏതാണ്? നെയിം, അഡ്രസ് ആൻഡ് GSTIN ഓഫ് ദ സപ്ലയർ. സപ്ലയറിന്റെ നെയിം വേണം, സപ്ലയറിന്റെ അഡ്രസ് വേണം, അതുപോലെ തന്നെ സപ്ലയറിന്റെ GSTIN. ഓക്കെ, അത് നോർമൽ ആണല്ലോ. ഇപ്പൊ നമ്മളൊരു തുണിക്കടയിൽ പോയിട്ട് സാധനം മേടിക്കുമെന്ന് വെച്ചോ, അപ്പൊ അവര് നമുക്കൊരു ബില്ല് തരത്തില്ലേ, അതിനകത്ത് എന്തായാലും ആ തുണിക്കടയുടെ പേരും അവരിപ്പോ GST ചാർജ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പൊ GSTയുടെ നമ്പറും കാര്യങ്ങളും
ഒക്കെ ഉണ്ടാവും. അത് തന്നെ സപ്ലയറിന്റെ പേരെന്താണ്, സപ്ലയറിന്റെ അഡ്രസ് എവിടെയാണ്, സപ്ലയറിന്റെ GSTN എവിടെയാണ്. 2. A consecutive serial number in one or multiple series containing alphabets or numerals or special characters like hyphen or dash or slash symbolized as follows respectively and any combination thereof unique for a financial year. പിന്നെ ആ പറയുന്ന ഒരു ഇൻവോയ്സിൽ ഒരു കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഉണ്ടാവും, ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും വിച്ച് ഇസ് കോൺസിക്യൂട്ടീവ്. അത് ഒരു സീരീസിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സീരീസിലോ ആവാം. ആ ഒരു കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പറിൽ ആൽഫബറ്റ്സ് ഉണ്ടാവും, ന്യൂമറൽസ് ഉണ്ടാവും, ചിലപ്പോൾ ഹൈഫനും സ്ലാഷും ഒക്കെ അടങ്ങുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അത് ഒരു പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിന് ഒരു രീതിയിലായിരിക്കും, അത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആകുമ്പം ആ ഒരു കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ മാറും. ഓക്കെ. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ, എന്നാണ് ആ ബിൽ ഇഷ്യൂ ചെയ്യുന്നത്. നെയിം, അഡ്രസ്, GSTN ഓർ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇഫ് രജിസ്റ്റേർഡ് ഓഫ് ദ റെസിപ്പിയൻ. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് വ്യക്തിയാണ് എങ്കിൽ മാത്രം അയാളുടെ പേരും അയാളുടെ അഡ്രസ്സും GSTN ഒക്കെ. ഓക്കെ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓർ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ. യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ റെസിപ്പിയൻ ആൻഡ് ദ അഡ്രസ് ഓഫ് ഡെലിവറി along with the name of state and its code if such a recipient is unregistered and where the value of taxable supply is 50,000 rupees or more. റെസിപ്പിയന്റിന്റെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ എങ്ങോട്ടാണ് ആ ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത്, ഡെലിവറി അഡ്രസ്സും അതുപോലെ തന്നെ അത് ഏത് സ്റ്റേറ്റിലാണ്, ആ സ്റ്റേറ്റിന്റെ കോഡ് എത്രയാണ്, ഇതൊക്കെ വേണ്ടി വരും. എപ്പോഴാണ് ഇഫ് സച്ച് റെസിപ്പിയന്റ് ഈസ് അൺരജിസ്റ്റേർഡ്. ആ റെസിപ്പിയന്റ് അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ ആ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അയാളുടെ പേരും അഡ്രസ്സും അയാളുടെ യുണീക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓർ GSTN ഒക്കെ നമ്മൾ എടുക്കുന്നത്. ഇൻ കേസ് അയാൾ അൺരജിസ്റ്റേർഡ് ആണെങ്കിലും എടുക്കും. എപ്പോഴാണ് വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ 50,000 അതിൽ കൂടുതലോ ആണെങ്കിൽ, ഇവർ നടത്തുന്ന ടാക്സബിൾ സപ്ലൈയുടെ വാല്യൂ 50,000 അതിൽ കൂടുതലോ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളിൽ നിന്ന് എടുക്കും, ഈവൻ തോ ഹി ഈസ് നോട്ട് എ രജിസ്റ്റേർഡ് പേഴ്സൺ. HSN കോഡ് ഓഫ് ഗുഡ്സ് ഫോർ അക്കൗണ്ടിങ് കോഡ് ഓഫ് സർവീസസ്. അക്കൗണ്ടിങ് കോഡ് ഓഫ് സർവീസസിന് വേണ്ടിയിട്ട് HSN കോഡ് എടുക്കും. ഓക്കെ. ഈ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കണേ, തീർന്നിട്ടില്ല അല്ലെ, ഇപ്പുറത്തെ പേജിലും ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഏത് തരത്തിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ വേണം. ക്വാണ്ടിറ്റി ഇൻ കേസ് ഓഫ് ഗുഡ്സ് ആൻഡ് യൂണിറ്റ് ഓർ യൂണിക് ക്വാണ്ടിറ്റി കോഡ് ദെയർ ഓഫ്. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി ആണ്. ദെൻ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ. ഗുഡ്സും സർവീസസും ഉണ്ടോ, അങ്ങനെ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്. ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഡിസ്കൗണ്ട് ഓർ അബാറ്റ്മെന്റ് ഇഫ് എനി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണ്, അതിനകത്ത് ടാക്സബിൾ വാല്യൂ ഓഫ് സപ്ലൈ എത്രയാണെന്നാണ് അടുത്തതിൽ പറയേണ്ടത്. ആ ഇൻവോയ്സിൽ തന്നെ ഉണ്ടായിരിക്കണം. അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷമുള്ള വാല്യൂ ആണ് തരേണ്ടത്. റേറ്റ് ഓഫ് ടാക്സ്, എത്രയിനാണ് അവരെ ടാക്സ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ടാക്സ് ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസസ്. എത്ര എമൗണ്ട് ഓഫ് ടാക്സ് അവസാനം ചാർജ് ചെയ്തിട്ടുണ്ട് മൊത്തം. പ്ലേസ് ഓഫ് സപ്ലൈ എലോങ് വിത്ത് ദ നെയിം ഓഫ് സ്റ്റേറ്റ്. എവിടെയാണ് പ്ലേസ് ഓഫ് സപ്ലൈ, ഏത് സ്റ്റേറ്റ് ആണ്, ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ. അഡ്രസ് ഓഫ് ഡെലിവറി വേർ ദ സെയിം ഇസ് ഡിഫറെന്റ് ഫ്രം ദ പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ ഇത് ഡെലിവറി ചെയ്യുന്ന സ്ഥലവും എന്താ പറയുന്നത് സെയിം ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോൾ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എന്താ സംഭവിക്കുക, അയാളുടെ രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ആയിരിക്കും അത് പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് മാറുക. അപ്പോൾ ചില സമയത്ത് ഈ പറയുന്ന പ്ലേസ് ഓഫ് സപ്ലൈയും അതുപോലെ തന്നെ ഡെലിവറി അഡ്രസ്സും രണ്ടും ആവുന്ന സിറ്റുവേഷൻസിൽ ആ അഡ്രസ് ഓഫ് ഡെലിവറി കൃത്യമായിട്ട് അതിനകത്ത് പറയണം. വെദർ ദ ടാക്സ് ഇസ് പേയബിൾ ഓൺ RCM റിവേഴ്സ് ചാർജ് ബേസിസിലാണോ എന്ന് വെച്ചാൽ റെസിപ്പിയന്റ് ഷുഡ് പേ ടാക്സ്, അങ്ങനെ ഒരു സിസ്റ്റത്തിലാണോ ടാക്സ് പേ ചെയ്യേണ്ടത് അത് വ്യക്തമാക്കണം. സിഗ്നേച്ചർ ഓർ ഡിജിറ്റൽ സിഗ്നേച്ചർ ഓഫ് ദ സപ്ലയർ ഓർ ഹിസ് ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ്. സപ്ലയറിന്റെയോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവിന്റെയോ സിഗ്നേച്ചർ അല്ലെങ്കിൽ എന്ത് വേണം, ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടാക്സ് ഇൻവോയ്സിൽ പറയേണ്ടത്. ഒത്തിരി ഉണ്ട്, നമുക്ക് എങ്ങനെ പോയാലും സ്വന്തമായിട്ടാണെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി എന്താണ് ഒരു ബിൽ ഓഫ് സപ്ലൈ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ എപ്പോഴാണ് ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു വ്യക്തി അയാള് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് എക്സംപ്റ്റഡ് സപ്ലൈസ് ആണെങ്കിൽ അയാൾക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല, പകരം ബിൽ ഓഫ് സപ്ലൈ മതി. നമ്മൾ പറഞ്ഞു a bill of supply is similar to a GST invoice except that bill of supply does not contain any tax amount as the seller cannot charge GST to the buyer. നമ്മൾ നോർമൽ സ്കീം എടുക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? നോർമൽ സ്കീം എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റെസിപ്പിയന്റിന്റെ കയ്യിൽ നിന്ന്
GST സപ്ലയർക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് എടുക്കുന്നത് ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തതിനും എക്സംപ്റ്റഡ് സപ്ലൈസ് ഓപ്റ്റ് ചെയ്തതിനാണ്. അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, GST ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ബിൽ ഓഫ് സപ്ലൈയിൽ GSTയുടെ എമൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എ ബിൽ ഓഫ് സപ്ലൈ ഇഷ്യൂഡ് ഇൻ ദ കേസസ് വെയർ ടാക്സ് കനോട്ട് ബി ചാർജ്ഡ്, രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് സെല്ലിംഗ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസോ, രജിസ്റ്റേർഡ് പേഴ്സൺ ഹാസ് ഓപ്റ്റഡ് ഫോർ കോമ്പോസിഷൻ സ്കീം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഇനി ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് പറയുന്നുണ്ട്, ഇഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് സപ്ലൈയിങ് ടാക്സബിൾ ആസ് വെൽ ആസ് എക്സംപ്റ്റഡ് ഗുഡ്സ് ഓർ സർവീസസ് ടു ആൻ അൺരജിസ്റ്റേർഡ് പേഴ്സൺ, then he can issue a single invoice come bill of supply for all such supplies. ഓക്കെ, ഈ ഒരു രജിസ്റ്റേർഡ് വ്യക്തി അയാള് ടാക്സബിൾ ഗുഡ്സും സെയിൽ ചെയ്യുന്നുണ്ട്, എക്സംപ്റ്റഡ് സപ്ലൈസും സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് ഇഷ്യൂ ചെയ്യാം എന്ത്, ഇൻവോയ്സ് കം ബിൽ ഓഫ് സപ്ലൈ. അത് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ആ ബിൽ ഓഫ് സപ്ലൈയുടെ കണ്ടന്റ്സ് പറയുന്നതിന് മുമ്പ് അവിടെ ഒരു യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ, യൂണിക് ഐഡന്റിറ്റി നമ്പർ UIN എന്താന്ന് നോക്കാം. യൂണിക് ഐഡന്റിറ്റി നമ്പർ. The GST Act states that any specialized agency of the United Nations Organization, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിക്കോ ഓർ എനി മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏതെങ്കിലും മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ആൻഡ് ഓർഗനൈസേഷൻ നോട്ടിഫൈഡ് അണ്ടർ ദ യുണൈറ്റഡ് നേഷൻസ് ആക്ട് 1947, ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഓർഗനൈസേഷൻസിനോ or embassy of foreign countries and any other persons notified by the കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എംബസിയിലുള്ള ആർക്കുമോ ക്യാൻ ബി ഗ്രാൻറ്റഡ്, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു GSTയുടെ യൂണിക് ഐഡന്റിറ്റി നമ്പർ അവർക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. അതായത് അവർക്ക് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആർക്കൊക്കെയാണ്, നമ്മൾ പറഞ്ഞ പോലെ ഒരു UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, അല്ലെങ്കിൽ അത് ആ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇവയൊക്കെ യുണൈറ്റഡ് നേഷൻസ് പറയണം. യുണൈറ്റഡ് നേഷൻസിനാണ് ഇത് കൂടുതലായിട്ട് വന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫോറിൻ കൺട്രീസിന്റെ എംബസീസിന് അല്ലെങ്കിൽ കമ്മീഷണർ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന സെർട്ടൻ പ്ലേസസിന് അല്ലെങ്കിൽ സെർട്ടൻ ഓർഗനൈസേഷൻസിനെല്ലാം അവർക്കാണ് നമ്മൾ ഒരു യൂണിക് ഐഡന്റിറ്റി നമ്പർ കൊടുക്കാറ്. GST യൂണിക് ഐഡന്റിറ്റി നമ്പർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ക്ലെയിമിംഗ് GST റീഫണ്ട്. GSTയുടെ റീഫണ്ട് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന യൂണിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ യൂസ് ചെയ്യുക, ഐഡന്റിറ്റി നമ്പർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫൈഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ആൻഡ് അതർ പർപ്പസസ് നോട്ടിഫൈഡ് ബൈ ദ GST അതോറിറ്റീസ്. അതായത് നോട്ടിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസിന് റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിനും പിന്നെ നമ്മുടെ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ GST അതോറിറ്റീസ് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല കേട്ടോ, GST അതോറിറ്റീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ UIN യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബിൽ ഓഫ് സപ്ലൈയുടെ കണ്ടന്റ്സ് കൂടെ നോക്കാം. Contents of bill of supply. Bill of supply shall be issued by the supplier containing the following details. Okay, bill of supply എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം, നെയിം, അഡ്രസ്, GSTIN ഓഫ് ദ സപ്ലയർ, സപ്ലയറിന്റെ നെയിമും അഡ്രസ്സും GSTIനും, പിന്നെ എ കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഇൻ വൺ ഓർ മൾട്ടിപ്പിൾ സീരീസ്. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ ഉണ്ടായിരിക്കണം, അതെല്ലാ വർഷവും ചേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, ആ സംഭവം വേണം. എന്നാണ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് വേണം. റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ നെയിം അഡ്രസ് GSTIN വേണം. HSN കോഡ് വേണം. ഗുഡ്സ് ആണോ സർവീസ് ആണോ അത് എങ്ങനത്തെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യണം. വാല്യൂ സപ്ലൈ വേണം. ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. നിങ്ങൾ ഇപ്പൊ ഇൻ കേസ് നിങ്ങളുടെ എക്സാമിന് ഈ ഒരു ചാപ്റ്റർ നോക്കാണ്ടാണ് പോണേ, നമുക്കറിയാം ഈ പറയുന്ന പോലെ നമുക്ക് ഇൻട്രൊഡക്ഷൻ പഠിക്കണം, സ്റ്റഡി നോട്ട് 2 പഠിക്കണം, 3 പഠിക്കണം, 4 പഠിക്കണം, 5 പഠിക്കണം, കസ്റ്റംസ് പഠിക്കണം. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഇത് പഠിക്കാൻ പോകരുത്. പക്ഷെ ഇൻ കേസ് നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല, നിങ്ങളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് നിങ്ങൾ എഴുതുവാണ്, പണ്ട് പഠിച്ച് ഓർത്ത് എഴുതുവാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം ബിൽ ഓഫ് സപ്ലൈയുടെ കണ്ടന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ വാല്യൂ ഓഫ് സപ്ലൈ എന്നോ അല്ലെങ്കിൽ മീൻസ് ടാക്സബിൾ എമൗണ്ട് ഉണ്ടല്ലോ, വാല്യൂ സപ്ലൈ നമുക്ക് എഴുതാം. പക്ഷെ ഒരിക്കലും ടാക്സബിൾ എമൗണ്ട് അല്ലെങ്കിൽ ടാക്സിന്റെ റേറ്റ് ഒന്നും എഴുതി വെച്ചേക്കരുത്, അവരപ്പം തന്നെ വെട്ടിക്കളയും. കാരണം ബിൽ ഓഫ് സപ്ലൈയും ഇൻവോയ്സും തമ്മിലുള്ള മെയിൻ വ്യത്യാസമാണ് എന്ത്, ബിൽ ഓഫ് സപ്ലൈയിലെ ടാക്സ് എമൗണ്ട് കാണിക്കില്ല എന്നുള്ളത് കേട്ടോ. ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്ന് മാനർ ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സും കൂടെ നോക്കിയിട്ട് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. ബാക്കിയുള്ള സെക്ഷൻ പാർട്ട് 2 വരും. Okay, manner of issuing invoice, Rule 48 of the CGST Act. The invoice shall be prepared in triplicate in the case of supply of goods in the following manner. എങ്ങനെയാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് ആ മാനറാണ് പറയണത്. ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് നമ്മൾ ഗുഡ്സിന്റെ കേസിൽ ഇൻവോയ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 3 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം. ഒരെണ്ണം അതിൽ ഒറിജിനൽ ഉണ്ടല്ലോ, ഒറിജിനൽ ആ റെസിപ്പിയന്റിനുള്ളതാണ് അല്ലെ, അയാളല്ലേ പൈസ കൊടുത്ത് സാധനം മേടിക്കണേ, അപ്പൊ അയാൾക്ക് ഒറിജിനൽ കൊടുക്കണ്ടേ. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ദ ട്രാൻസ്പോർട്ടർ, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കണ ആൾ അത്രയും കഷ്ടപ്പെട്ട് കൊടുക്കണല്ലേ, അപ്പൊ അയാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തേക്കാം.
ട്രിപ്ലിക്കേറ്റ് സപ്ലയറിന്റെ കയ്യിൽ തന്നെ വെക്കാനാണ്. കാരണം അയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അയാളുടെ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻവോയ്സിന്റെ മാനറിൽ ഗുഡ്സ് ആണെങ്കിൽ 3 പ്രൊഡ്യൂസ് ചെയ്യണം. ഇൻവോയ്സിന് 3 കോപ്പി വേണം. അതിൽ ഒറിജിനൽ റെസിപ്പിയന്റിന് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ആർക്ക് കൊടുക്കുക, ട്രാൻസ്പോർട്ടറിന് കൊടുക്കുക, ട്രിപ്ലിക്കേറ്റ് സപ്ലയർ കയ്യിൽ വെച്ചേക്കുക. ഓക്കെ. ഇത് സപ്ലൈ സർവീസസ് ആണെങ്കിലോ ഇൻവോയ്സ് 3 കോപ്പി ഒന്നും വേണ്ട, 2 കോപ്പി മതി. ഡ്യൂപ്ലിക്കേറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ഒറിജിനൽ റെസിപ്പിയന്റിനും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സപ്ലയറിനും. അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ. കാരണം സർവീസ് ആണെങ്കിൽ അത് ഡയറക്റ്റ് നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന, ഇപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന സർവീസ് അത് ഡോക്ടറും പേഷ്യന്റും കൂടെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് ഡോക്ടറുടെ സർവീസ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് അങ്ങനെയല്ലല്ലോ. അപ്പൊ അത് നമുക്ക് ലോജിക്കലി നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഒറിജിനൽ റെസിപ്പിയന്റ് വെക്കുക, ഡ്യൂപ്ലിക്കേറ്റ് സപ്ലയർ വെക്കുക. മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, അതെന്താണ്? ദി സീരിയൽ നമ്പർ ഓഫ് ഇൻവോയ്സസ് ഇഷ്യൂഡ് ഡ്യൂറിംഗ് എ ടാക്സ് പീരിയഡ് ഷാൽ ബി ഫർണിഷ്ഡ് ഇലക്ട്രോണിക്കലി ത്രൂ ദ കോമൺ പോർട്ടൽ ഇൻ ഫോം GSTR1. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇൻവോയ്സസിലെല്ലാം ഒരു സീരിയൽ നമ്പർ ഉണ്ട്, കോൺസിക്യൂട്ടീവ് സീരിയൽ നമ്പർ. അതെന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ടാക്സ് പീരിയഡിലെ ആ ഒരു സീരിയൽ നമ്പറിനെ ഇലക്ട്രോണിക്കലി ഫർണിഷ് ചെയ്യണം. ഏതിലൂടെ? കോമൺ പോർട്ടലിലൂടെ. ഏത് ഫോമില്? ഫോം GSTR1. ഇത് മറക്കരുത്. അത് നമുക്കിപ്പം മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫോം GSTR1 എന്തിനാ സീരിയൽ നമ്പർ എന്ന് ഇപ്പൊ മനസ്സിലായില്ല. അത് ഫോം GSTR1 നമ്മൾ ഇലക്ട്രോണിക്കലി കോമൺ പോർട്ടലിലൂടെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളിപ്പോ ഈ ഫോംസ് എഴുതുമ്പോൾ ചുമ്മാ GSTR1 എന്ന് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടത്തില്ല. അവർ എഴുതിയേക്കുന്ന പോലെ തന്നെ ഫോം GSTR1 അങ്ങനെ തന്നെ എഴുതണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. അപ്പൊ ബാക്കിയുള്ള ഇനി എത്ര പേജ് ഉണ്ടോ? 1, 2, 4 പേജ്. അത് നമുക്ക് ടെക്സ്റ്റ് പാർട്ടിൽ പഠിക്കാം. പിന്നെ നമ്മൾ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു MCQs ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് കുറച്ച് ഡിലേ ആക്കിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ വരട്ടെ. കാരണം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഓൺലൈൻ എക്സാമോ അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുമോ അങ്ങനെ എന്താ നമുക്ക് ഡിസിഷൻ എന്നറിയില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. അത് അറിഞ്ഞിട്ട് നമുക്ക് MCQs കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു ഡിസിഷനിലെത്തിക്കുവാണ്. തൽക്കാലം നമുക്കിപ്പോൾ GSTയും അതുപോലെ തന്നെ ഈ പറയുന്ന ഏതായിരുന്നു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു GSTയുടെ പോർഷൻ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ്